Hi friends, everyone പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കരൾ എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ പഠിക്കുക കരളിനെ കുറിച്ചുള്ള പഠനം. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. അറിയാവുന്നതാണ് എല്ലാവർക്കും. കരളിന്റെ ഭാരം പഠിച്ചു വയ്ക്കുക 1500 ഗ്രാം, 1.5 കിലോ. ഓക്കെ, 1500 ഗ്രാം അഥവാ 1.5 കിലോ ആണ് നമ്മുടെ കരളിന്റെ ഭാരം. ഹെപ്പറ്റോളജിയാണ് പഠനം. ഏറ്റവും വലിയ കരളുള്ള ജീവി ഏതാണെന്ന് വെച്ചാൽ പന്നിയാണ്. ഏറ്റവും വലിയ കരളുള്ള ജീവി പന്നിയാണ്. മനുഷ്യന്റെ കരളിന്റെ ഭാരം എത്രയുണ്ട്? 1.5 കിലോ ഉണ്ട്. ഓക്കെ, കരളറിയാം, പൊതുവെ വിഷവസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു അവയവമാണിത് കരളെന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കരളിനെ പൊക്കി എന്ന് പറയാം. കരളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ കുറച്ച് പൊക്കി പറയാൻ പോകുന്ന കരളിനെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് എന്ന് ചോദിച്ചാൽ കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവമാണ് ഇത് കരള്. നമുക്കറിയാം ഏറ്റവും വലിയ അവയവം ചോദിച്ചിരുന്നത് ത്വക്കാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം ഏതാണ് എന്ന് ചോദിച്ചിരുന്നത് നമ്മുടെ കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ് എന്ന് ചോദിച്ചാലും ആര് തന്നെ? കരള് തന്നെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാലും കരള്. കാരണം നമ്മുടെ ത്വക്ക് പുറമെയാണ്, അല്ലെ, ആവരണകലയാണ്, പുറമേ ഉള്ളതാണ്. എന്നാൽ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാൽ അത് കരളാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, ഏറ്റവും കൂടുതൽ ചൂടാകുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ കരൾ തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ചൂടാകുന്ന അവയവം, ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വിഷപദാർത്ഥങ്ങളെ നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ നശിപ്പിക്കുന്ന, നമ്മുടെ ആൽക്കഹോൾ പോലുള്ള മദ്യം പോലുള്ള വിഷപദാർത്ഥങ്ങളെ നീക്കം ചെയ്യുന്നതിന് സഹായിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഒരു ഭാഗമാണ് കരൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള രാസവസ്തുക്കളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ നമ്മൾ ഈ കരളിനെ നമ്മൾ വിളിക്കുന്നതിന് വരുന്ന മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന കരളാണ്. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല. ഏറ്റവും അധികം രാസാഗ്നികളെ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിലെ അവയവം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിലേക്ക് വെച്ച് ഏറ്റവും അധികം രാസാഗ്നികളെ ഉണ്ടാക്കുന്ന അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കരളാണ്. ഓക്കെ, ഏറ്റവും അധികം രാസാഗ്നികൾ ഉണ്ടാക്കുന്ന അവയവമായ ഈ കരൾ തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു ദഹനരസമായ പിത്തരസം ഉണ്ടാക്കുന്നത്. അപ്പൊ പിത്തരസം ഉണ്ടാക്കുന്ന ആരെന്ന് വെച്ചാൽ കരളാണ്. അതുപോലെ തന്നെ കരളിൽ വെച്ചിട്ടാണ് നമ്മുടെ യൂറിയ നിർമ്മിക്കപ്പെടുന്നത്. യൂറിയ എന്ന് പറയുന്ന സാധനം നിർമ്മിക്കപ്പെടുന്ന കരളിൽ വെച്ചിട്ടാണ്. പിത്തരസം ദഹനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദഹനം പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വിസർജന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സംഗതിയാണ് യൂറിയ. നമുക്കിത് വൃക്ക പറയുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ട ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പിത്തരസവും യൂറിയയും ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കരളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർത്തു വെച്ചാൽ കരളിലാണ് ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്ഷൻ നടക്കുക. ഇനി കരളുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വൈറ്റമിൻസ്, വൈറ്റമിൻ കെയും വൈറ്റമിൻ എയും. വൈറ്റമിൻ കെയും വൈറ്റമിൻ എ നമുക്കറിയാം. കരളെന്ന് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ KARAL എന്നാണ്, അല്ലെ. അപ്പൊ അതിന്റെ അകത്ത് ആദ്യം എന്ത് വേണം? കെ വേണം. അപ്പൊ കെ ഉണ്ടെങ്കിലേ കരളുള്ളൂ. കരളിന്റെ പ്രവർത്തനത്തിന് വളരെ ആവശ്യം വേണ്ട വൈറ്റമിൻ ആണ് ഇത് കെ എന്ന് പറയുന്നത്. അപ്പൊ കരളിന്റെ പ്രവർത്തനത്തിന് വൈറ്റമിൻ കെ വളരെ വളരെ ആവശ്യമാണ്. കരളിൽ സംഭരിച്ച് വെക്കപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. കരളിൽ സംഭരിച്ച് വെക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. ഓക്കെ, വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ ഓർക്കുക, കണ്ണേ കരളെ പാലേ തേനെ. കണ്ണ് എ, കരള് എ, പാല് എ, തേന് എ. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ആണ്. ദെൻ കരളിൽ സംഭരിച്ച് വെക്കപ്പെടുന്ന വൈറ്റമിൻ എ ആണ്. ദെൻ പാലിൽ ധാരാളമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. തേനിൽ ധാരാളമായിട്ടുള്ള വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ എ. അപ്പൊ കണ്ണേ കരളെ പാലേ തേനെ. പിന്നെ വൈറ്റമിൻസ് പഠിക്കുമ്പോൾ കരളിന്റെ കൂട്ടത്തില് വൈറ്റമിൻ കെയെ ഓർക്കുക. വൈറ്റമിൻ കെ എന്ന് പറയുന്ന വൈറ്റമിൻ ആണ് കരളിന്റെ പ്രവർത്തനത്തിന് അത്യാവശ്യം വേണ്ടുന്ന വൈറ്റമിൻ. ഓക്കെ, then വൈറ്റമിൻസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന പ്രോട്ടീൻസിലേക്കാണ്. കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രോട്ടീനുകൾ പഠിച്ചു വയ്ക്കുക. ഒന്ന് ഫൈബ്രിനോജൻ, മറ്റൊന്ന് ഹെപ്പാരിൻ. ഫൈബ്രിനോജനും ഹെപ്പാരിനും രണ്ടും രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, അല്ലെ. രക്തം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്, ലിങ്ക് മെയിലുണ്ട്. എങ്കിൽ ഈ രണ്ടുപേരെന്ന് പറഞ്ഞേക്കാം. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന, രക്തം കട്ടപിടിക്കാൻ, ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഇത് ഫൈബ്രിനോജൻ. അതേസമയത്ത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ, രക്തക്കുഴലിൽ കിടക്കുന്ന രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഇത് നമ്മുടെ ഹെപ്പാരിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഇനി കരളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പിത്തരസമാണ്. പിത്തരസം എന്ന് പറയുന്ന ഒരു ദഹനരസമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിത്താശയത്തിലാണ് ഇത് ശേഖരിക്കപ്പെടുക. അതായത് കരൾ നിർമ്മിച്ചിട്ട് പിത്താശയത്തിൽ ശേഖരിക്കുകയും അതിനുശേഷം ആവശ്യാനുസരണം ദഹന പ്രക്രിയയുടെ ഒരു പാർട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദഹനരസമാണത് പിത്തരസം. ഇതിൽ രാസാഗ്നികളൊന്നുമില്ല. രാസാഗ്നികളൊന്നുമില്ലാത്ത ഒരേ ഒരു ദഹനരസമാണ് ഇത് പിത്തരസം. ബാക്കി എല്ലാം രാസാഗ്നികൾ തന്നെയാണ്. നമ്മൾ ഈ സലൈവറി അമിലേസ് എന്നും പെപ്സിൻ എന്നും റിപ്സിൻ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പഠിക്കും. അവരെല്ലാവരും രാസാഗ്നികൾ തന്നെയാണ്, അല്ലെങ്കിൽ എൻസൈമുകൾ തന്നെയാണ്. എന്നാൽ എൻസൈമുകൾ ഒന്നും തന്നെ ഇല്ലാത്ത, രാസാഗ്നികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരേ ഒരു ദഹനരസമാണ് ഇത് പിത്തരസം. എന്താണ് പിത്തരസത്തിന്റെ പണി? പിത്തരസമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്നീ വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ അവരെ അലിയിപ്പിക്കുന്നു. എ, ഡി, ഇ, കെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് എ, ഡി, ഇ, കെ. അവരെ ലയിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ കരളാണ്. കരളിലെ പിത്തരസമാണ് പിത്തരസം. ഓക്കെ, ഈ പിത്തരസം എന്ന് പറയുമ്പോൾ
അതിൻ്റെ നിറമുണ്ട്. അതിന്റെ നിറം എന്ന് പറഞ്ഞാൽ മഞ്ഞയാണ്, അല്ലെങ്കിൽ മഞ്ഞ കലർന്ന പച്ച എന്നൊക്കെ ചില ബുക്കിൽ കാണാം. നമുക്ക് തൽക്കാലം മഞ്ഞ എന്ന് മനസ്സിലാക്കും. പിത്തരസിന്റെ നിറം മഞ്ഞയാണ്. പിത്തരസിനെ നിറന്നു കൊടുക്കുന്ന 2 വർണ്ണ വസ്തുക്കൾ ചേർന്നിട്ടാണ്. അത് ബിലിറൂബിനും ബിലിവെർഡിനും. ബിലിറൂബിനും ബിലിവെർഡിനും. RBC കോശങ്ങൾ കരളിൽ വന്നിട്ട്, RBC കോശങ്ങളുടെ ശവപ്പറം എന്നറിയപ്പെടുന്ന പ്ലീഹയാണ്. എങ്കിലും അവരെ കരളിലും പ്ലീഹയിലും വെച്ച് വിഘടിക്കപ്പെടുന്നുണ്ട് അല്ലെ. അങ്ങനെ പ്ലീഹയിൽ വെച്ചിട്ട് കരളിൽ വെച്ചിട്ടും വിഘടിക്കപ്പെടുന്ന ഈ പറയുന്ന RBC കോശങ്ങൾ വിഘടിച്ചതിനെ തുടർന്നുണ്ടാകുന്ന 2 വർണ്ണവസ്തുക്കളാണ് ഇതൊക്കെ ബിലിറൂബിനും ബിലിവെർഡിനും. അതിൽ ഈ ബിലിറൂബിൻ ബിലിവെർഡിനും ഒക്കെയാണ് നമ്മുടെ പിത്തരസത്തിലുള്ളത്. ഈ പിത്തരസം എങ്ങാനും രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണത് ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം എന്ന് പറയും. ഹെപ്പറ്റൈറ്റിസ് പല ടൈപ്പാണുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഏറ്റവും മാരകമായിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസ് സിക്ക് കാരണമാകുന്ന വൈറസുകളെ കണ്ടെത്തിയതിനാണ് 2020 വൈദ്യശാസ്ത്രത്തിന് ബയോളജിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. അത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ പേര് കൊടുത്തു വെച്ചേക്കുക. ഹാൾവേ ജെ ആൾട്ടർ, ചാൾസ് എം റൈസ്, അതുപോലെ തന്നെ മൈക്കിൾ ഹൗട്ടൺ. ഈ 3 പേർക്കാണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് കണ്ടെത്തിയതിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. അടുത്ത ഇനി കരളുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് യൂറിയയാണ്. യൂറിയയുടെ കേസിൽ മനസ്സിലാക്കുക, യൂറിയയെ നിർമ്മിക്കുന്ന കരളാണ്. ഈ യൂറിയ നിർമ്മിക്കപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കരളിലാണ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, യൂറിയ എന്ന് പറയുന്ന സംഗതി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീനിലുള്ള അമിനോ ആസിഡുകൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അമോണിയ എന്ന് പറയുന്നത്. എന്താണ് അമോണിയ? അപ്പൊ അമിനോ ആസിഡുകൾ വിഘടിച്ച് അമോണിയ ഉണ്ടാകുമ്പോൾ ആ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണത് യൂറിയ എന്ന് പറയുന്നത്. ആ യൂറിയ പിന്നെ രക്തത്തിൽ കലർന്നിട്ട് പതുക്കെ അത് വിസർജന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വിസർജിക്കപ്പെടും. അത് പിന്നീടുള്ള കാര്യം. അത് നമുക്ക് ഇപ്പൊ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, യൂറിയ ഉണ്ടാകുന്നത് കരളിൽ വെച്ചിട്ടാണ്. എങ്ങനെ ഉണ്ടാകുക? അമിനോ ആസിഡുകൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേരുമ്പോൾ എന്തുണ്ടാകും? യൂറിയ ഉണ്ടാകും. കൃത്രിമമായിട്ട് ലാബിൽ യൂറിയ നിർമ്മിച്ച ആദ്യ വ്യക്തിയാണ് ഫെഡറിക് വൂളർ. അദ്ദേഹമാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കെമിസ്ട്രിയുടെ പിതാവ് റോബർട്ട് ബോയിലാണ് നമുക്കറിയാം. ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവ് ആരെന്ന് വെച്ചാൽ ഫെഡറിക് വൂളർ ആണ്. എന്തുകൊണ്ട് അദ്ദേഹം ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവായെന്ന് വെച്ചാൽ എന്താ പ്രത്യേകത? അദ്ദേഹമാണ് യൂറിയ കൃത്രിമമായിട്ട് ലാബിൽ നിർമ്മിച്ചത്. ഓക്കെ, അങ്ങനെ ജൈവ വസ്തുക്കളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംയുക്തമായിരുന്ന യൂറിയ പുറമെ ഉണ്ടാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവായി. ജൈവ വസ്തുവിൽ നിന്നല്ലാതെ കൊണ്ട് ലാബിൽ നിർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവായിട്ട് നമ്മൾ പറയുന്നത്. ഇനി കരളിൽ നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ മറ്റൊരു കാര്യമുള്ളത് ഗ്ലൈക്കോജൻ ആണ്. ഗ്ലൈക്കോജൻ അതായത് നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിലുള്ള പഞ്ചസാര ഗ്ലൂക്കോസ് ആണ്. ആ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന സമയത്ത് ഗ്ലൈക്കോജൻ ആക്കി മാറ്റി കരളിൽ കൊണ്ടുപോയി സംഭരിക്കും. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ചെയ്യുക. പിന്നീട് ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ കുറയാൻ നേരത്ത് ഗ്ലൈക്കോജനെ പിടിച്ച് തിരിച്ച് എന്താക്കി മാറ്റി വയ്ക്കും? ആ ഗ്ലൂക്കോസ് ആക്കി മാറ്റി വയ്ക്കും. ആ പരിപാടി ചെയ്യുന്ന ഗ്ലൂക്കോൺ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോണാണ്. പാൻക്രിയാസ് ഗ്ലാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ഈ ഹോർമോണുകൾ. പാൻക്രിയാസ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് ശരീരത്തിലുള്ള എല്ലാ ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്താണ്. നമ്മുടെ ചാനലിലെ ആദ്യകാല വീഡിയോകളിൽ പ്രധാനപ്പെട്ട ചില വീഡിയോകൾ തന്നെ ആയിരുന്നു അത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. മേളിലെ ലിങ്കുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കരളുമായി ബന്ധപ്പെട്ട മറ്റൊരു രോഗമാണ് നമ്മുടെ കരളിന്റെ കോശങ്ങൾ ജീർണിക്കുന്നത് മൂലം അല്ലെങ്കിൽ കരളിന്റെ കോശങ്ങൾ നശിച്ചു പോകുന്ന മൂലമുള്ള രോഗമാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. അമിത മദ്യപാനം മൂലമൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ത്? ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കരളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്നതും വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമായിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ഈ ടോപ്പിക് എല്ലാവർക്കും വ്യക്തമാണ്, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ് ഷെയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും കാണുന്നവരെ